താമസിച്ചു പോയാൽ മരണപ്പെട്ടു പോയേനെ, അത്ര ക്രിട്ടിക്കലായി. എൻ്റെ പേര് സുരാജ് എന്നാണ്. എൻ്റെ വൈഫ് പേര് സിജി. ഞങ്ങളങ്ങനെ ഡെലിവറിക്ക് വേണ്ടി 17-ആം തീയതി വിജയ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി കഴിഞ്ഞു. അന്നേരം ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവർ ICUയിലോട്ട് മാറ്റി. കുഞ്ഞിന് എന്താ പാല് കുടിക്കുന്നില്ല, അതിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ICUയിലോട്ട് മാറ്റി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നമ്മളത് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കത്തില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞു. ഡോക്ടറുടെ പേര് ജാസ്മിൻ എന്നാണ്. അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞു അവരത് പറഞ്ഞ് നിങ്ങൾക്ക് ഒക്കത്തില്ലെങ്കിൽ വേറെ എങ്ങോട്ട് ഹോസ്പിറ്റലോട് എഴുതി തരാൻ പറഞ്ഞു. അത് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാൻ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അന്നേരം 5 മണി കഴിഞ്ഞിട്ട് സമയമുള്ളതെന്ന് പറഞ്ഞു. പിന്നെ 5 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടിപ്പം ശരിയായില്ല, ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവർ വൈകിട്ട് പറഞ്ഞ് 6 മണിയാകുമ്പോൾ പറഞ്ഞ് അത് കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടും മാറ്റണമെന്ന് പറഞ്ഞു. അത് അവർ അടൂർ ലൈഫ് ലൈനിലോട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈഫ് ലൈനിലോട്ട് സാമ്പത്തികം നമുക്കില്ല, അതുകൊണ്ട് SIയിലോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ SIയിലോട്ട് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിന് പൈസ അടച്ചാൽ അത് പറഞ്ഞ് പേയ്മെൻറ്റ് ഫുള്ള് ചെയ്താതെ ഞാൻ പറഞ്ഞ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാം, കൊച്ചിനെ തരത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാം ഡിസ്ചാർജ് എല്ലാം എഴുതി തരാൻ പറ്റൂ, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് ഒക്കത്തില്ല. അങ്ങനെ നമ്മുടെ അനിയൻ പോലീസ് ആയതുകൊണ്ട് അവന് കൊട്ടാരക്കര CI വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് അങ്ങ് പൈസ അടച്ച് പിന്നെ SIയിൽ വന്നത്. അന്നേരം ആംബുലൻസ് അവർ വിട്ടുതരാമെന്ന് പറഞ്ഞ് അവർ ആംബുലൻസ് ഇല്ല, പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അനിയൻ അടുത്തുള്ള അറിയാവുന്ന ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ SIയിൽ വരികയും ഇവിടെ 9 മണിയാകുമ്പോൾ വന്ന് രാത്രി 2 മണിക്ക് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 1 മാസമായിട്ട് ഇവിടെ ഉണ്ട്, SIയിലുണ്ട്. കൊച്ചിന് ഒരു 3 ആഴ്ച ICUയിലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു കുറവ് പോലെ തോന്നുന്നു, ഡോക്ടറൊന്നും പറയുന്നില്ല. അത് വിജയാസിൻ്റെ അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു വീഴ്ചയാണിത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒക്കത്തില്ലെന്ന് പറഞ്ഞ് വേറെ വിടണം. അവർ പൈസയ്ക്ക് വേണ്ടി 2-3 ദിവസം അവിടെ പിടിച്ചിട്ട് അതിൻ്റെ ബില്ലും തന്നു. അവർ പോയപ്പോൾ ഒരു സമ്മറി തന്നില്ല. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ കുട്ടിക്ക് എന്തോ ചികിത്സിച്ചെന്നുള്ള ആ സമ്മറി പോലും തന്നില്ല. അത് പിറ്റേന്ന് വിളിച്ച് പറഞ്ഞ് സമ്മറി ഇവിടെ കൊണ്ട് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ ആളെ വിട്ട് സമ്മറി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണക്കാരാണ്. നമ്മളിവിടെ എല്ലാം മരുന്നുകളൊക്കെ പുറത്തുനിന്ന് എഴുതിത്തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെയാണ് മരുന്നെല്ലാം ബില്ലുകളുണ്ട്. ഇതിന് എതിരായ ഒരു നടപടി ഉണ്ടാവണം. ഞങ്ങൾ കൊട്ടാരക്കര CIക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. 19 വൈകിട്ട് രാത്രിയാണ് പറയുന്നത്. വീട്ടിൽ അവർ പൈസയെല്ലാം അടച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വിടത്തോളം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അവർ വിട്ടുതരാതിരുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടും അത്രയും വിട്ടു വന്നില്ല. അവർ പൈസ അടച്ചിട്ട് അവർ വിടാമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴൊരു നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പൈസ ബാക്കി എന്താണ്ട് റൂമിൻ്റെ വാടക അടയ്ക്കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വിജയാസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് വന്ന് വേറെ കുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. വേറെ ആർക്കും നമുക്ക് വന്ന് 1 മാസം നമ്മൾ സമയങ്ങൾ പോയി കൊച്ചിന് ഒരു ദിവസം താമസിച്ചാൽ കുഞ്ഞിനെ രക്ഷപ്പെടത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. താമസിച്ചു പോയാൽ മരണപ്പെട്ടു പോയേനെ, അത്ര ക്രിട്ടിക്കലായി ഇവർ വെച്ചുകൊണ്ടിരുന്നു. നമുക്കൊരു കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലോട്ട് വിടണം. ഇവർ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. ഇതിനുള്ള നഷ്ടപരിഹാരം എല്ലാം നമുക്ക് തരണം എന്നുള്ളതാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊച്ചിനെ വിടുമ്പോൾ എന്തോ ചികിത്സിച്ചെന്നുള്ള സമ്മറി തന്നില്ല. അവരിവിടെ വന്ന് ചോദിച്ചു, അവിടെ എന്തോ ചികിത്സിച്ച് എന്തൊരു മരുന്ന് കുത്തിവെപ്പെടുത്ത് എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പിന്നാണ് അറിയുന്നത്. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് സമ്മറി ഇരിപ്പുണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഒരാൾ പോയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്ന് അവരെ കാണിച്ചു. അറിയത്തില്ലായിരുന്നു എന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നോ അവർക്ക് എന്തൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തെന്നോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കുത്തിവെപ്പൊക്കെ എടുത്തെന്നോ അറിയത്തില്ലായിരുന്നു. അവർ ചോദിച്ചപ്പോഴാണ് നമ്മൾ വിളിച്ച് ചോദിച്ച് അങ്ങനെ എടുത്തതാണ്.